നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മനിക്ക് പോവുകയാണ്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഇന്ത്യ നേരിടുന്ന ജനാധിപത്യപരമായ സാമ്പത്തികമായ ഉള്ള വെല്ലുവിളികളെ അതിന് പരിഹാരം കാണാനാണെന്ന്. പക്ഷേ ഇന്ത്യയെ നേരിടുന്ന വെല്ലുവിളികൾക്കുള്ള പരിഹാരം കാണാനല്ല അദ്ദേഹം പോകുന്നത്. സാമ്പത്തികമായ വെല്ലുവിളി നേരിടുന്നത് ഇന്ത്യയല്ല, രാഹുൽ ഗാന്ധിയും പെങ്ങളും അമ്മയും അളിയനും ഒക്കെയാണ്. കാരണം ഇപ്പോൾ പൈസ കിട്ടുന്നില്ല. ഹെറാൾഡ് കേസിൽ ഒക്കെ പെട്ട് ഉള്ള കയ്യിലുള്ള പൈസ നഷ്ടപ്പെടുന്ന സ്ഥിതിയുമാണ്. പണ്ട് ചൈനയിൽ നിന്നും ഭൂമി കുറേശ്ശെ കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് വരുത്തിക്കൊണ്ടിരുന്നത് അതിപ്പോൾ നടക്കുന്നില്ല. പിന്നെ അങ്ങനെ പുള്ളിക്ക് അതിഭയങ്കരമായ സാമ്പത്തിക വെല്ലുവിളി ഉണ്ട്. പിന്നെ ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ ആശങ്കയുണ്ട്. വോട്ട് ചോരി എന്ന് പറഞ്ഞ് കുറേ കാലം കറങ്ങി നടന്നു, അത് ക്ലച്ച് പിടിച്ചില്ല. വോട്ട് ചോരിയുമായിട്ട് നടക്കുന്നതിനനുസരിച്ച് BJPക്ക് വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വെല്ലുവിളിയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഇത് രണ്ടും ഇന്ത്യയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് താൻ മുങ്ങുകയാണ് എന്നുള്ളത് ഒരു നല്ല കാര്യത്തിനാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു പരിപാടിയാണ് ഈ നടക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് അല്പമെങ്കിലും ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ പാർലമെന്റ് സെഷൻ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ ഉണ്ടാവുകയല്ലേ വേണ്ടേ? ജനങ്ങളുടെ പ്രശ്നം, കോൺഗ്രസിന്റെ പ്രശ്നം, ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ അവതരിപ്പിക്കാമല്ലോ. ജർമ്മനിയിൽ പോയി ഇയാൾ എന്ത് ചെയ്യാനാണ്? ഇനി ഇദ്ദേഹം പോകുന്നത് ജർമ്മനി പോയാൽ ഒരുപക്ഷെ പ്രവാസികളെല്ലാം കൂടെ ഒന്ന് തട്ടിക്കൂട്ടി അവിടെ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഒരു പാർട്ടി ഒക്കെ ഒപ്പിച്ച് അവിടെ നിന്ന് പഴയ്ക്കാം എന്നുള്ള ഉദ്ദേശം ആയിരിക്കും. കാര്യം ഇദ്ദേഹം ഏതായാലും ഇന്ത്യൻ പൗരനല്ല, ഇദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ്. അതും ഇദ്ദേഹത്തിനൊരു വെല്ലുവിളിയാണ്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ താൻ ഇന്ത്യക്കാരനല്ല എന്നുള്ള നിലയിൽ ഇവിടെ നിന്നും പുറത്തു പോകേണ്ട സ്ഥിതി വന്നാൽ ഇലക്ഷനോ മത്സരിക്കാനോ ഈ ഇവിടുത്തെ കുറേ മാധ്യമങ്ങൾ അടുത്ത പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പൊക്കിപ്പിടിക്കുന്നതിലൊന്നും നടപ്പാകില്ല എന്നുള്ള ബോധ്യം കൂടെ ഒക്കെ വന്നതുകൊണ്ടായിരിക്കും ഏതായാലും ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് പ്രധാനമന്ത്രി ആകാതെ പോയത് എന്നൊക്കെ ജർമ്മനിയിലൊക്കെ പോയി പറഞ്ഞ് നിൽക്കാമല്ലോ. ജർമ്മനി ഇദ്ദേഹത്തിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ജർമ്മനി എന്നും പറഞ്ഞു പോകുന്നത് ജർമ്മനി തന്നെ ആണോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഏതായാലും പുള്ളി പോട്ടെ, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.